രാജ്യത്ത് ബി.ജെ.പി. ഇതര സർക്കാരുകൾ ജനങ്ങളുടെ പരാതി പരിഹരിക്കാതെ കീശയിലും ഫയലുകളിലും ഒതുക്കുമ്പോഴും യോഗി ആദിത്യനാഥിന്റെ യു.പി. സർക്കാർ മാതൃകയാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നിരവധി സ്ത്രീകളുടെ പരാതികളാണ് നിമിഷങ്ങൾക്കുള്ളിൽ യോഗി പരിഹരിച്ചു കൊടുത്തത്. ആ കൂട്ടത്തിൽ ശ്രദ്ധേയായ യുവതിയാണ് ഷൈല ഖനം. അവർ ഒരു തയ്യൽ മെഷീൻ വേണമെന്ന് പറഞ്ഞ് മണിക്കൂറുകളായില്ല, അതിനു മുമ്പ് തന്നെ തയ്യൽ മെഷീൻ ലഭിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ സ്വപ്നം നിറവേറ്റിക്കൊടുത്തു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തെ ഉദ്ധരിച്ച് കൊണ്ടുവരണമെങ്കിൽ അവിടെ സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ ഉന്നതി അത് അത്യാവശ്യമാണ്. അത് തന്നെയാണ് എപ്പോഴും ബി.ജെ.പി. സർക്കാരും ലക്ഷ്യം വെക്കുന്നത്. നാരി സുരക്ഷയ്ക്കൊപ്പം നാരി ശക്തിയെയും ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതേ പാതയിൽ തന്നെയാണ് യു.പി. സർക്കാരും സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പരാതി പരിഹാര പരിപാടിയായ ജനതാ ദർശനിൽ സ്കൂളിൽ പ്രവേശിക്കണമെന്ന പെൺകുട്ടിയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു യോഗി ആദിത്യനാഥ്. കാൺപൂർ സ്വദേശിനിയായ പെൺകുട്ടിയാണ് സ്കൂൾ പ്രവേശനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. മകൾക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്തതിനാലാണ് തങ്ങൾ ഇവിടെ വന്നതെന്നും മകൾക്ക് സ്കൂളിൽ പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഞങ്ങൾക്ക് കാൺപൂരിൽ സ്കൂളിൽ പ്രവേശനം ലഭിച്ചില്ല. ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അഡ്മിഷൻ ശരിയാക്കി നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. ലക്നൌവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് പരിപാടി നടന്നത്. കഴിഞ്ഞ ശനിയാഴ്ച സർക്യൂട്ട് ഹൗസിലും ജനതാ ദർശൻ പരിപാടി നടത്തി. 100-ലധികം താമസക്കാരുടെ പരാതികളാണ് അന്നേ ദിവസം അദ്ദേഹം നേരിട്ടറിഞ്ഞത്. പരാതികളിൽ വേഗത്തിൽ പരിഹാരം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓരോ പരാതിക്കാരനെയും മുഖ്യമന്ത്രി സന്ദർശിക്കുകയും അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് കമ്മീഷണർ, പോലീസ് കമ്മീഷണർ, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറി. പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കണമെന്നും തുടർ നടപടികളെക്കുറിച്ച് വിശദീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെള്ളിയാഴ്ച വാരണാസിയിലെത്തിയിരുന്നു. ഇതിനിടയിൽ ശനിയാഴ്ച സർക്യൂട്ട് ഹൗസ് ഓഡിറ്റോറിയത്തിൽ ജനതാ ദർശൻ പരിപാടിയിൽ അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നം നേരിട്ടു കേൾക്കുകയായിരുന്നു. പരിപാടിയിൽ ഷൈല ഖനം എന്ന മുസ്ലിം സ്ത്രീ മുഖ്യമന്ത്രി യോഗിക്ക് 2 പേജുള്ള ഒരു അപേക്ഷ നൽകി. അതിൽ യോഗി ഭയ്യ, ഞങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ ഒരു തയ്യൽ മെഷീൻ തരൂ എന്ന് എഴുതിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടം 2 മണിക്കൂറിനുള്ളിൽ ഒരു തയ്യൽ മെഷീൻ നൽകി. തയ്യൽ മെഷീൻ ലഭിച്ചപ്പോൾ ഷൈല ഖാനം എന്ന നിഖത് പർവീൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ജില്ലാ ഭരണകൂടത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഷൈല ഖാനം മുഖ്യമന്ത്രിക്ക് 2 പേജുള്ള ഒരു അപേക്ഷയാണ് നൽകിയത്. ജോലിയില്ലാത്തതിനാൽ താൻ വിഷമത്തിലാണെന്ന് കത്തിൽ പറഞ്ഞു. വരുമാനം കുറവായതിനാൽ ഭർത്താവും വിഷമിക്കുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു തയ്യൽ മെഷീൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇതുവഴി തനിക്ക് ഉപജീവന മാർഗം കണ്ടെത്താനാകും, തൻ്റെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാനാകും കഴിയുമെന്നും അവർ അപേക്ഷയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത ഈ കത്തിൽ ഷൈല ഖാനം തന്നെ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഉടൻ തന്നെ അവർക്കൊരു തയ്യൽ മെഷീൻ നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വെറും 2 മണിക്കൂറിൽ സർക്കാർ ഷൈല ഖാനത്തിന് ഒരു തയ്യൽ മെഷീൻ നൽകുകയായിരുന്നു. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വളരെ കാലമായി ജനതാ ദർശൻ പരിപാടി നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും രേഖാമൂലം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പതിവ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.